ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കോച്ചിൻ്റെ പേര് ഡേവിഡ് കാറ്റല എന്നാണ്. ഈ ഒരു കോച്ചിൻ്റെ ഫോർമേഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഡിഫാൾട്ട് ഫോർമേഷൻ 4-2-3-1 എന്നാണ്. ഈ ഒരു കോച്ചിനെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെന്ന് വെച്ചാൽ പല ലീഗുകളിൽ നിന്നും, അതായത് കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമിൽ നിന്നും ഇടയിൽ വെച്ച്, അതായത് ഇപ്പം നമ്മുടെ മിക്ക സ്റ്റെയറൊക്കെ പോയ പോലെ സാക്ക് ചെയ്യപ്പെട്ട ഒരു കോച്ചാണ്. കാരണം ഈ ഒരു കോച്ച് ഒരു വളർന്നു വരുന്ന കോച്ചാണ്. വെറും 44 വയസ്സ് മാത്രമാണ് ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചാണ്. ഈ ഒരു കോച്ച് ഇതുവരെ ഒരു സ്ഥലത്തും ഒരു 6 മാസത്തിൻ്റെ കൂടുതൽ നിന്നിട്ടില്ല. അതിനുള്ളിൽ തന്നെ സാക്ക് ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് ഈ ഒരു കോച്ചിന് ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ ലീഗിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ്. ഈ ഒരു കോച്ചിനെ കുറിച്ച് കരോളിസ്കിങ്കിസ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോച്ചിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആണ്, അതായത് കോൺഫിഡൻസ്, ആ ഒരു മെൻറ്റാലിറ്റി ആണ് കരോളിസ്കിങ്കിസിന് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ ഒരു കോച്ചിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കോച്ചിൻ്റെ ഒപ്പം തന്നെ കോമ്പറ്റീറ്ററായി വന്നിട്ടുണ്ടായിരുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരെ ഉണ്ടായിരുന്നത് നമ്മുടെ ലൊബേറ തന്നെയാണ്. ലൊബേറയുടെ സെയിം നാടായ സ്പെയിനിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കോച്ചും. ഒരു സ്പാനിഷ് കോച്ച് തന്നെയാണ് നമ്മുടെ ഡേവിഡ് കാറ്റല. പിന്നെ അതേപോലെ തന്നെ ചെറിയ രീതിക്ക് പേഷ്യൻസ് കുറവുള്ള ഒരു കോച്ചും കൂടിയാണ് തോന്നുന്നത്. കാരണം ഒരു വീഡിയോ അകം തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കോച്ച് റൂഡായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ISL പോലത്തെ ഒരു ലീഗിൽ വന്നിട്ട് നല്ല രീതിക്ക് ചില സമയം നമുക്ക് പറയാം. ഇപ്പോൾ എല്ലാവരും ഡ്യൂസൻ ലഗാട്ടർ ആയാലും ഒരു സസ്പെൻഷന് ശേഷം തന്നെ, ഒരു റെഡ് കാർഡിന് ശേഷം തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ് നമ്മുടെ ലേറ്റസ്റ്റ് സൈനിങ്സ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ 6 മാസത്തിന് ശേഷം ഈ ഒരു കോച്ച് പോയതിനു ശേഷം നമ്മുടെ പുരുഷോത്തമൻ ചേട്ടൻ തന്നെ ആയിരിക്കുമോ കോച്ച്, അല്ലെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്ന് നമ്മളെ കപ്പ് എന്നുള്ള ആ വലിയ ആഗ്രഹം നമുക്ക് നിറവേറ്റി തരുമെന്ന് വിചാരിക്കാം. ഈ ഒരു കോച്ചിൻ്റെ സൈനിങ് വാർത്ത വന്നതിന് ശേഷം ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഭയങ്കര റിപ്ലൈയും നല്ല പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നു. പിന്നെ ഈ ഒരു കോച്ചിൻ്റെ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു. എല്ലാവരും ആ ഒരു നെഗറ്റീവ് റിപ്ലൈകൾക്ക് പോണ ഒരു രീതിയാണ് കണ്ടത്. ഇനിയും സൈനിങ്സ് വരട്ടെ. മിലോസും പെപ്പറയും വിടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഹിമെനസ് നിലനിൽക്കാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. നോവയുടെ കാര്യത്തിൽ ഒരു പ്രോപ്പർ അപ്ഡേറ്റ് വന്നിട്ടില്ല. നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം 3 ഇയർ കോൺട്രാക്റ്റ് ആണല്ലോ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹൈപ്പൊന്നുമില്ല, ഓൺലി ഹോപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനാണ്. ഇപ്പോൾ അങ്ങനെ കമൻറ്റ് പോലെ അതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടാബ് ഷെയർ ഉണ്ടാവുക, പിന്നെയാണ് വീഡിയോ ചെയ്യാറുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഈ വീഡിയോ എത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.